വായന വളരെ നല്ലതാണ്. നമ്മളൊക്കെ പലവിധ വായനകൾ കണ്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഇമാതിരി വായന ഞാൻ കണ്ടിട്ടില്ല. നടക്കുമ്പോൾ വായിക്കുക, കിടക്കുമ്പോൾ വായിക്കുക, ഓടുന്ന വണ്ടിയെ ലൈറ്റ് ഇട്ട് വായിക്കുക. പക്ഷെ ഇതൊക്കെ കാണണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. വീട്ടിൽ ഇരിക്കുമ്പോൾ ഇമാതിരി വായനയൊന്നും വരത്തില്ല. തലേദിവസം എന്താന്ന് പറയുന്നത് ഓണപ്പാച്ചിലല്ലോ എന്നാ ഉത്രാടപ്പാച്ചിൽ. അത് ഇന്നല്ലല്ലോ, നാളെയല്ലേ? അപ്പൊ നാളെയാണ് ഉത്രാടപ്പാച്ചിൽ. പക്ഷെ ഞങ്ങൾ ഇന്നേ പായാൻ പോയി. ബിക്കോസ് നാളെ ജോലി ആയതുകൊണ്ട് നാളെ പായാൻ നേരമില്ലാത്തത് കൊണ്ട് ഇന്ന് ഇച്ചിരി ഉത്രാടപ്പാച്ചിന് വേണ്ടിയിട്ട് പോവാണ്. ഉത്രാടത്തിന്റെ തലേദിവസത്തെ പാച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ജസ്റ്റിമോൻ നല്ല കലിപ്പിലാണ്. ഞങ്ങൾ താമസിച്ചു. ഇപ്പോൾ ഇവിടെ സമയം 8:30 ആയി. ജസ്റ്റ് ഒരു ഉച്ച കഴിഞ്ഞ് പോകാന്ന് പറഞ്ഞ, പക്ഷെ ഉച്ച കഴിഞ്ഞ് ഞാനും ചേടും ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി ഗായ്സ്. അതിന്റെ കലിപ്പാണ് ജസ്റ്റിമോന്. ഒന്നാമതേ മിണ്ടാട്ടം കുറവാ. അതിൻ്റെ കൂടെ ദേഷ്യപ്പെട്ടും പിണങ്ങിയും കൂടി ഇരുന്നാലത്തെ അവസ്ഥയോ ഞാനും ചെടും മാക്സിമം വർത്താനം പറഞ്ഞു നോക്കി. ഒരു രക്ഷ. നമ്മുടെ നാക്കിന് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല സംസാരിക്കാനും കൂടെ ഒരു ഉപയോഗം ഉണ്ടെന്ന് ഈ ജസ്റ്റിമോനോട് ആര് പറഞ്ഞു കൊടുക്കും ദൈവമേ.